ഇതിനകത്ത് വാൾട്ടേഴ്സ് അപ്രോച്ച് പ്രകാരം ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഫോളോയിങ് അതർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് 3 കമ്പനീസ്. എ ലിമിറ്റഡ് ഉണ്ട്, ബി ലിമിറ്റഡ് ഉണ്ട്, സി ലിമിറ്റഡ് ഉണ്ട്. എ ലിമിറ്റഡിൻ്റെ 6 തന്നിട്ടുണ്ട്, 15%. കെ ഇ തന്നിട്ടുണ്ട് 10%. ഇ തന്നിട്ടുണ്ട് 8%. അതുപോലെ ബി ലിമിറ്റഡിൻ്റെ ഉണ്ട് 5%, 10%, 8. സി ലിമിറ്റഡിൻ്റെ ഉണ്ട് സെയിം. ഇപ്പം ഞാൻ എ ലിമിറ്റിൻ്റെ ബി ലിമിറ്റഡിൻ്റെ ചെയ്ത് കാണിക്കാം. സി ലിമിറ്റഡിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതിനകത്ത് ആറിൻ്റെ റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ദീസ് കമ്പനീസ് അപ്ലൈങ് വാൾട്ടേഴ്സ് ഫോർമുല. വാൾട്ടേഴ്സ് ഫോർമുല പ്രകാരം ഇതെല്ലാം കണ്ടുപിടിക്കും. വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 50%. 3 കേസ് തന്നിട്ടുണ്ട്. 50% തന്നിട്ടുണ്ട്, 75% തന്നിട്ടുണ്ട്, 25% തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 50% ആണ് ചെയ്യുന്നത്. 50% പ്രകാരം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഏർണിങ്സ് എത്രയാണ് അതിൻ്റെ 50% കാണേണ്ടി. ഏർണിങ്സ് 8 തന്നിട്ടുണ്ട്. 8 ഇൻറ്റു 50% എന്ന് 4. എ ലിമിറ്റഡിൻ്റെ ബേസിസിൽ പോവുകയാണെങ്കിൽ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഡി ബൈ കെ ഇ പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ ഇ എന്നാണ് പറയുന്നത്. ഡി ഇവിടെ തന്നിരിക്കുന്നത് കണ്ടുപിടിച്ചത് 4. കെ ഇ ചോദ്യത്തിലുണ്ട് 0.10, ആർ 0.15, ഇ എ 8, ഡി എ 4 ഡിവൈഡഡ് ബൈ കെ ഇ 0.10 ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.10. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 100 ആണ് കിട്ടുന്നത്. ഈ സെയിം കേസ് ബിയിലേക്ക് വരുമ്പോൾ ബിയുടെ റേറ്റ്, ആറിൻ്റെ റേറ്റ് മാറുന്നുണ്ട്. 15%-ൽ നിന്നും 5%-ലേക്ക് വരുന്നുണ്ട്. 5% ആകുമ്പോൾ 0.05 ആയിരുന്നു. അപ്പം ബിൻ്റെ കേസ് വരുമ്പോഴത്തേന് പി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആർ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ ഇ, അതായത് 4/0.10 പ്ലസ് ആറിൻ്റെ വാല്യൂ ഇവിടെ 0.05 ആണ് തന്നിരിക്കുന്നത്, മൈനസ് 8 ഇൻറ്റു 8 മൈനസ് 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.10. അതിൻ്റെ ആൻസർ വരുന്നത് 40 + 20 = 60. ഈ സെയിം കേസ് തന്നെ സിയിലേക്ക് പോകും. സിയുടെ റേറ്റ് ആറിൽ നിന്ന് 0, ബിൻ്റെ റേറ്റിൽ നിന്ന് സിയിലേക്ക് 10% വരുന്നുണ്ട് 6, അപ്പം 0.10 ആണ് വരുന്നത്.